പോലെ. രചന ഹരിത പ്രാണ. അവതരണം അഷിക. കുറച്ചു നേരമായിട്ട് ഫെലിക്സിന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കിയ ആനി മുറിയിലേക്ക് പുറത്തേക്ക് പോകുന്ന അവനെ കണ്ടതിൽ വെപ്രാളപ്പെട്ടു. അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തതാണ്. അവളുടെ കണ്ണു നിറഞ്ഞു. സംസാരിച്ചതൊക്കെയും അവളെ കുറ്റപ്പെടുത്തിയാണെങ്കിലും അതിലെല്ലാം അവളോടുള്ള പരിഭവമാണെന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷെ അറിയാതെ കൈവച്ചുപോയി. അവൻ അടച്ചിട്ട് പോയ വാതിലിലേക്ക് തന്നെ നോക്കി അവൾ അങ്ങനെ കിടന്നു. കാഷ്വാലിറ്റിയിൽ നിന്നും പുറത്തേക്ക് വന്നു ഫെലിക്സിനെ കണ്ട് ആന്റണി ചാടി എഴുന്നേറ്റു. ഡാ, അവൾക്ക് എങ്ങനെയുണ്ട്? നിന്നോട് സംസാരിച്ചോ? ഇല്ല. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നേ? അത്ര തെളിച്ചമില്ലാതെ ഇരിക്കുന്ന ഫെലിക്സിന്റെ മുഖത്തേക്ക് നോക്കിയാണ് ചോദ്യം. ഒന്നുമില്ലടാ. അല്ല, ഉണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താടാ? നിന്റെ അപ്പൻ എന്താടാ അവളോട് ഇത്ര ദേഷ്യം? പെണ്ണായതുകൊണ്ടാണെന്ന് പറയരുത്. അന്ന് നിന്റെ അപ്പനൊക്കെ വീട്ടിൽ വന്നപ്പോ ഫിസയോട് എന്നാ നന്നായിട്ടാ സംസാരിച്ചത്? ഫെലിക്സിന്റെ ചോദ്യത്തിൽ ആന്റണിയുടെ തല കുനിഞ്ഞു. സത്യത്തിൽ എനിക്കറിയില്ല. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അമ്മച്ചി ആനിമോളെ പ്രസവിക്കുന്നത്. ആദ്യമൊക്കെ അമ്മ കുഞ്ഞിനെ ഒന്ന് എടുത്താൽ പോലും പപ്പയ്ക്ക് പേടിയായിരുന്നു. ആർക്കും കൊടുക്കാതെ എപ്പോഴും പപ്പയുടെ കയ്യിൽ തന്നെയായിരുന്നു അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. വളരെ ചെറുതിലെ തൊട്ടേ പപ്പയുടെ അടുത്ത് മാത്രമാണ് അവൾ കരയാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മയ്ക്ക് ആനിയോടുള്ള അറ്റാച്ച്മെന്റ് വളരെ കുറവായിരുന്നു. ഞാൻ 10ൽ പഠിക്കുമ്പോഴോ മറ്റുമാണ് കുറച്ച് ദിവസത്തേക്ക് പപ്പയുടെ മമ്മ, ഞങ്ങളുടെ വല്യമ്മച്ചി, വീട്ടിലേക്ക് വന്നു. അന്ന് കുഞ്ഞിക്ക് ഏതാണ്ട് 7ഓ 8ഓ വയസ്സേ ഉള്ളൂ. അവർക്ക് പണ്ടു തൊട്ടേ ഈ പെൺകുട്ടികളെ ഇഷ്ടമല്ല. ആണുങ്ങളാ കുടുംബത്തിന് ഗുണമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ സിറ്റ് ഔട്ടിലിരുന്ന് ആനിമോള് നല്ല കരച്ചിൽ. പപ്പ ഹാളിലിരിപ്പുണ്ട്, അമ്മയും അതിനപ്പുറം ഇരിപ്പുണ്ട്. വല്യമ്മച്ചി കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. മമ്മയോട് കാര്യം തിരക്കിയപ്പോഴാണ് ആനി വല്യമ്മച്ചിയെ കല്ലെടുത്തെറിഞ്ഞു. അത് കൃത്യം അവരുടെ കണ്ണിലും കൊണ്ടു. ഇത് കണ്ടുകൊണ്ട് വന്നത് മമ്മയും. അപ്പോഴത്തെ ദേഷ്യത്തിൽ മമ്മയുടെ കയ്യിൽ നിന്ന് അവൾക്ക് ആവശ്യം പോലെ കിട്ടി. എന്നിട്ടും അതിമതി വരാതെ വല്യമ്മച്ചി പപ്പ വന്നപ്പോൾ ഈ വിവരം പറഞ്ഞു. പിന്നെ പപ്പയുടെ വളർത്തുദോഷമാണെന്നും വലുതായ ആരുടെയെങ്കിലും കൂടെ പോവുകയുള്ളൂ എന്നൊക്കെ. അത് പപ്പയ്ക്ക് കൂടുതൽ ദേഷ്യമുണ്ടാക്കി. പോരാത്തന് വല്യമ്മച്ചിയുടെ ഓരോ വർത്താനവും. പപ്പ ആകെ അവൾക്ക് ചെയ്ത നല്ല കാര്യമെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം കൊടുത്തു. ഇപ്പോ ഈ കല്യാണം ഇത്രയും വേഗമാക്കിയത് ആ വല്യമ്മച്ചിയാ. ഇനിയും നിർത്തിയ ആരുടെയെങ്കിലും കൂടെ പോകുമെന്ന് പറഞ്ഞു. അത് കേട്ട് തുള്ളാൻ പപ്പയും. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് ജോണിനോട് വിവരമൊക്കെ പറഞ്ഞത്. അവന്റെ അനിയനെ ആലോചിച്ചത്. അത് പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. ഒരു നിശ്വാസത്തോടെ ആന്റണി പറഞ്ഞു നിർത്തി. നീ കൂടുതൽ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാ പിന്നെ അപ്പനൊന്നും അങ്ങോട്ട് വരത്തില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അതല്ല. അവൾക്കിട്ടൊരു പണിയാണ്. ആർക്ക്? നിന്റെ ആ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന വല്യമ്മച്ചിക്ക്. അവർക്ക് എന്നാ പണി കൊടുക്കാനാ? അതാലോചിക്കണം. അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. എന്നിട്ട് എനിക്ക് നിന്റെ അപ്പനെ ഒന്ന് കാണണം. സാക്ഷാൽ ഏലക്കാട്ടിൽ കുര്യനെ. എടാ ആനി, നീ ഒന്ന് കയറി നോക്ക്. ചിലപ്പോ ആ സിസ്റ്റർ സമ്മതിക്കും. ആ, നോക്കാം. വേഗം പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. അല്പനേരം സിസ്റ്ററിനോട് സംസാരിച്ച് കെഞ്ചിയിട്ടാണ് അകത്തേക്ക് കയറ്റാമെന്ന് സമ്മതിച്ചത്. ഡോക്ടർ വരുന്നതിന് മുന്നേ ഇറങ്ങണമെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു സിസ്റ്റർ. അകത്തേക്ക് കയറിയതും വാതിലിലേക്ക് നോക്കി കിടക്കുന്നവളുടെ മുഖമൊന്ന് വിടരുന്നതും അത് താനാണെന്നറിഞ്ഞപ്പോൾ മങ്ങുന്നതും ആന്റണി ശ്രദ്ധിച്ചു. അവൾക്കടുത്തേക്ക് ചെന്ന് ആ ചെയറിലൊന്നിരുന്നതും ആനി അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. മോൾക്ക് ഇച്ചായിയോട് ദേഷ്യമുണ്ടോ? വളരെ സങ്കടത്തോട് ചോദിക്കുന്നവനെ നോക്കി അതേ ചിരിയോടെ അവൾ ഇല്ലെന്ന് തലയാട്ടി. ഇച്ചായിക്ക് അറിയില്ലായിരുന്നു കുഞ്ഞെ, നിനക്ക് അവൻ ഇത്ര ഇഷ്ടമായിരുന്നെന്ന്. ഞാൻ അവനെ വിളിക്കാൻ പറഞ്ഞപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? അതിനവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നതേ ഉള്ളൂ. ആ പോട്ടെ, എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ മോൾ ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. എന്നെയോ നമ്മുടെ വീടിനെയോ ഒന്നും ഓർക്കണം. പക്ഷെ ഫെലിക്സ്, അവന് വേണ്ടിയെങ്കിലും മോളിനെ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. നിനക്ക് എന്തോ പറ്റിയൊന്നും പറഞ്ഞുറപ്പിച്ച് ഈ നട്ടപ്പാതിരാത്രിക്ക് വന്നവനാണ്. അവനുള്ളത് കൊണ്ട് എൻ്റെ കുഞ്ഞിന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അത്രയ്ക്കിഷ്ടമാ ആ ചെക്കന് നിന്നെ. അത്രയും നേരം മങ്ങിയിരുന്നവളുടെ മുഖം പതിയെ വിടരുന്നതും പിന്നീട് ചുമക്കുന്നതും ആന്റണി അത്ഭുതത്തോടെ കണ്ടു. ഞാനെന്നാ പോട്ടെ, വെളിയിലിരിക്കാം. കുറച്ചു കഴിഞ്ഞ് മോളെ റൂമിലേക്ക് കൊണ്ടുവരും. അപ്പൊ കാണാം. റെസ്റ്റ് എടുക്ക്. അവളുടെ നെറുകയിലൊന്ന് മുത്തി അവൻ പോകാൻ തിരിഞ്ഞതും ഇച്ചായി, ആനി പെട്ടെന്ന് അവനെ വിളിച്ചു നിർത്തി. എന്താ മോളെ? അത് എവിടെ? എന്ത്? ആളെവിടെ? ആരി? ആന്റണിയുടെ നെറ്റി പിന്നെയും ചുളിഞ്ഞു. അത് ഇച്ചായിയുടെ കൂട്ടുകാരൻ. അപ്പോഴാണ് അവൾ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ആന്റണിക്ക് മനസ്സിലായത്. എന്റെ കൂട്ടുകാരനോ? ആര്? എബിനോ? അവൻ ഓസ്ട്രേലിയയിലല്ലേ? ഇച്ചായി അതല്ല. പിന്നെ എന്ത് വിളിക്കണമെന്നറിയാതെ കിടന്ന് കുഴയുകയാണ് ആനി. നീ കിടന്ന് ബുദ്ധിമുട്ടണ്ട, അവൻ പുറത്തുണ്ട്. റൂമിലോട്ട് മാറ്റാനുള്ളതൊക്കെ ചെയ്യുവാവും.
റൂമിൽ വരുമ്പോ കാണാം. കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കോ? എനിക്കെന്ത് കുഴപ്പം? ഇച്ചായിക്കല്ല. ഓ, അവനോ? അവനെന്ത് കുഴപ്പം? കെട്ടാൻ പോണ പെണ്ണെ മനസ്സമ്മതത്തിന്റെ അന്ന് ചാവാൻ പോയതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം മധുരം കൊടുക്കുക. ഒരാക്കിച്ചിരിയോടെ ആന്റണി അവളുടെ മുഖത്തേക്ക് നോക്കി. സെക്കൻഡിനുള്ളിൽ ഒരു ട്രിപ്പ് ബോട്ടിൽ അവന്റെ മുഖത്ത് വന്നിടിച്ചു. ആന്റണി കണ്ണു പിടിച്ച് അവളെ നോക്കി. ഒറ്റ ദിവസം ലവന്റെ കൂടെ നിന്നപ്പോ ഇവൾക്ക് ഇത്ര മാറ്റമോ എന്നായിരുന്നു അവന്റെ ചിന്ത. അവളാണ് മനസ്സിൽ അവനെ രണ്ടു വഴക്കും പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. ബോട്ടിലെറിഞ്ഞതിന് അവന്റെ കയ്യിൽ നിന്നും വഴക്ക് കിട്ടുമോ എന്ന് പേടിച്ചാണ് മുഖം മറച്ചു കിടക്കുന്നത് എന്നത് വേറൊരു സത്യം. അവളെ കണ്ടു തിരിച്ചു മുഖവും പൊത്തി വരുന്നവനെ ഫെലിക്സ് കണ്ണു പിടിച്ചു നോക്കി. കർത്താവേ, ഇവനെ അവൾ അടിച്ചോ? ഡാ, എന്നാ പറ്റിയടാ നിന്റെ മുഖത്ത്? നീ എന്നാ കൈവശമാടാ അവൾക്ക് കൊടുത്തത്? നേരെ നോക്കി നിന്ന് സംസാരിക്കാത്ത കൊച്ചായിരുന്നു. ഇന്നൊരു തമാശ പറഞ്ഞതിന് ഗ്ലൂക്കോസ് എടുത്ത് അവൾ എന്നെ എറിഞ്ഞു. ഒരൊറ്റ ദിവസത്തെ നിന്റെ സഹവാസത്തിന്റെ ഗുണം. ഇങ്ങനെ പോയാ നിന്നെ അവൾക്ക് കെട്ടിച്ചു തന്നു കഴിയുമ്പോ എന്റെ 16ന്റെ ഡേറ്റ് കുടിക്കേണ്ടി വരും. പോട്ടടാ, നമുക്ക് ശരിയാക്കാന്നേ. എന്തുവാ 16നുള്ള ഡേറ്റോ? ഓ, അതല്ലടാ അവളുടെ കാര്യം. അവളെ കളിയാക്കി നീ വല്ലതും പറഞ്ഞു കാണും. അതല്ലേ കൊച്ചിന് ദേഷ്യം വന്നേ. വേ അമർത്തിയൊന്നും മൂളി ആന്റണി അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്നു. ആന്റണി, ഓ എടാ, ഞാൻ അവളെ അങ്ങ് കെട്ടട്ടെ? കെട്ടിക്കൂ. അല്ല, ആരെ? ഓ, ആരുമായിട്ടാ കെട്ടുറപ്പിച്ചേ? അവളെ. നിന്റെ കെട്ട് ആനിയുമായിട്ടല്ലേ? അതിന് പ്രത്യേകിച്ച് കെട്ടാൻ എന്നെ 3 മാസം കഴിയുമ്പോ കെട്ടല്ലേ? അത്രയൊന്നും നീട്ടാൻ വയ്യടാ. ഇനി ആ വീട്ടിൽ അവള് വേണ്ട. പറ്റിയ ഈ ആഴ്ച തന്നെ കെട്ടു നടത്താൻ പറയണം. ഓ, നീ എന്നാ വർത്താനമാടാ പറയുന്നേ? വീട്ടിൽ ആകെയുള്ളൊരു കൊച്ചാ, അതിനെ അങ്ങനെ വെറുതെ ഇറക്കി വിടാൻ പറ്റുമോ? വേണ്ട. ആകെയുള്ള കൊച്ചിനെ നീയും നിന്റെ അപ്പനും പിന്നെ ആ പരട്ട വല്യമ്മച്ചിയും കൂടി സ്നേഹിച്ച് അവസാനം വെള്ള ഗൗണിട്ട് പെട്ടിയിലാക്കി തന്നാ മതി. എന്തേ? അപ്പൊ എല്ലാം തികയോ? ഫെലിക്സേ, എന്താടാ ദേഷ്യം വന്നോ? സത്യമല്ലേ ഞാൻ പറഞ്ഞേ? ഉള്ളത് പറയാലോ ആന്റണി. എനിക്ക് അവളെ അങ്ങോട്ട് വിടുന്നതിൽ ഒട്ടും ഇഷ്ടമല്ല. ഇനി അവൾക്ക് എന്തേലും പറ്റിയാലോ എന്ന് ഓരോ നിമിഷം പേടിയാ. എടാ, അത് അവളുടെ വീടാ. അവൾ വളർന്ന അവളുടെ വീട്. അവിടെയുള്ളവരെല്ലാം അവളുടെ അപ്പനും അമ്മയൊക്കെയാ. അതിന് അവളിപ്പോ ചാവാൻ നോക്കിയതും ആ വീട്ടിൽ കിടന്ന അവിടെ കിടന്ന്. ഇനി നിന്റെ അപ്പനും വല്യമ്മച്ചിയും എന്തെങ്കിലും പറഞ്ഞ ആശ്വസിപ്പിക്കാൻ പെറ്റ തള്ള പോലും വരില്ല, നീയല്ലാതെ. പിന്നെ എന്ത് വിശ്വസിച്ചാ ഞാൻ അവളെ അവിടെ നിർത്തുന്നേ? പറ്റത്തില്ല ആന്റണി. അതിന് മറുത്തു പറയാൻ ആന്റണിക്ക് വാക്കുകളില്ലായിരുന്നു. ഒരു കണക്കിന് അവൻ പറയുന്നത് സത്യമായിരുന്നു. എടാ, ഒക്കെ ശരിയാ. പക്ഷെ പെട്ടെന്ന് കെട്ടെന്നൊക്കെ പറഞ്ഞ നിന്റെ വീട്ടിൽ എന്നാ പറയും? എന്റെ വീട്. എനിക്ക് എന്റെ വല്യപ്പച്ചന്റെ സമ്മതം മാത്രം മതി. അതെനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എന്തായാലും വീട്ടിൽ പറഞ്ഞു നോക്കാം. സമ്മതിച്ച അവർ അനുഗ്രഹത്തോടെ കെട്ടും. ഇല്ലേ, പിറ്റേന്ന് പള്ളിയിൽ നീയും എന്റെ പിള്ളേരും മാത്രം അടങ്ങുന്ന ഒരു ചെറിയ ചടങ്ങിൽ കാര്യം അവസാനിപ്പിക്കും. എന്തായാലും അവളെ എനിക്ക് വേണം. അവൻ രണ്ടും കൽപ്പിച്ചാണെന്ന് ആന്റണിക്ക് തോന്നി. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് അവനും തീരുമാനിച്ചു. എന്തായാലും ആനിയെ ഇനി സങ്കടപ്പെടുത്താൻ കഴിയില്ല, ഒന്നിന്റെ പേരിലും എന്നവൻ ഉറപ്പിച്ചിരുന്നു. അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ആനിയെ മുറിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ചെറുതായിട്ട് മയക്കം പിടിച്ചിരുന്നു അവള്. ഇരുവരും ചേർന്ന് അവളെ ബെഡിലേക്ക് എടുത്ത് കിടത്തിയപ്പോഴേക്കും അവൾ ഉണർന്നിരുന്നു. രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടിയാൽ പോകാം. പിന്നെ രണ്ടാൾക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ആർക്കെങ്കിലും ഒരാൾക്ക് നിൽക്കാം. ഇടയ്ക്ക് ഡോക്ടർ വന്ന് കണ്ടാലേ വഴക്ക് പറയും. അവളെ കിടത്തി കുഴപ്പമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം രണ്ടാർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് സിസ്റ്റർ പുറത്തേക്ക് പോയി. എന്നാ നീ വിട്ടോ, രാവിലെ ഞാൻ ഇവളെയും കൊണ്ട് വീട്ടിലേക്ക് പൊക്കോളാം, ആന്റണി പറഞ്ഞുകൊണ്ട് കാലിൽ കിടന്ന ഷൂരി ബൈസ്റ്റാൻഡർ ബെഡിനടിയിലേക്ക് വെച്ചിട്ട് അവിടെ കിടന്ന മറ്റൊരു ചെരുപ്പിട്ട് അവിടുത്തെ ബാത്റൂമിലേക്ക് കയറി. ഫെലിക്സ് ആനിയുടെ ബെഡിലേക്കിരുന്ന് അവളുടെ കൈ പിടിച്ചു. എന്നതാ കൊച്ചേ, നേരത്തെ പറഞ്ഞത് ദേഷ്യമായോ? അവൻ എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാതെ ആനി അവനെ നോക്കി. അവിടെ വെച്ച് പറഞ്ഞില്ലേ ഞാൻ 5 പിള്ളേരുടെ കാര്യം? ദേഷ്യമായോന്നു കുറുമ്പോടെ അവൻ പറഞ്ഞത് അവൾ അവന്റെ കയ്യിൽ മെല്ലെ ഒന്ന് തല്ലി. ദേഹോപദ്രവം കൂടുന്നുണ്ട് കേട്ടോ. അല്ല, ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നേ? എന്നെ ഒറ്റക്കാക്കി പോവാൻ നോക്കിയതല്ലേ? ശബ്ദത്തിൽ ഇടർച്ച വന്നതും അത് പുറത്തറിയിക്കാതെ ശ്രമിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. സോറി. പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോഴാ ഒരിക്കലെങ്കിലും ജയിക്കണമെന്ന് തോന്നി. എല്ലാവരുടെയും മുന്നിൽ അതാ മരുന്ന് കഴിക്കാൻ പോയി. പക്ഷെ കർത്താവ് എൻ്റെ കൂടെ ആയതുകൊണ്ട് അതിനു മുന്നേ നിന്റെ ബോധം പോയി അല്ലേ? അതിന് നല്ലൊരു ചമ്മിയ ചിരിയായിരുന്നു മറുപടി. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നീ ഓർത്തോ? അതോർത്ത് ടെൻഷൻ അടിച്ച എൻ്റെ ബോധം പോയെ. തമാശ പോലെ അവൾ പറഞ്ഞു നിർത്തിയത്. അവന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നിരുന്നു. ദേഹം മുഴുവൻ കുളിര് കോരിയതുപോലെ തോന്നി ആനിക്ക്. കുറച്ചു നേരം അവന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ അമർന്നിരുന്നു. ശേഷം അവളുടെ മുഖം അവന്റെ കൈക്കുമ്പിളിലെടുത്തു. കുറച്ചു നേരം. ഞാൻ പേടിച്ചു പോയി പെണ്ണെ.
ആദ്യമായി ജീവിക്കണമെന്ന് തോന്നിയത് നിന്റെ കൂടെ ചിലവിട്ട ആ കുറച്ച് മണിക്കൂറുകൾ കൊണ്ടാണ്. ആദ്യമായി കണക്കുകൾ കേൾക്കാതിരുന്നത് നിന്റെ ഒപ്പം നിന്നപ്പോഴാണ്. എന്നിലെ കുറുമ്പ് പോലും നീയാണ് തിരികെ കൊണ്ടുവന്നത്. അത്രയും മോഹത്തോടെ ജീവിക്കാൻ കൊതിച്ചിട്ട് പെട്ടെന്ന് തനിച്ചായ നീ എത്തുന്നതിന് മുന്നേ ഞാൻ അവിടെ എത്തിയിരിക്കുമെന്നെ. ഫെലിക്സിന് നീയില്ലാതെ പറ്റില്ല കൊച്ചെ. അത്രയ്ക്കും ഇഷ്ടമാ. അവളുടെ കണ്ണു നിറഞ്ഞുപോയി. മനസ്സും. ഒരുപക്ഷെ ഈ ഒരുവന് വേണ്ടിയാകും ഇത്രയും നാൾ താൻ കരഞ്ഞു തീർത്തത്. ഇവനെ തരാൻ വേണ്ടിയാകും കർത്താവ് ദുഃഖങ്ങളൊക്കെ ആദ്യമേ തന്നു തീർത്തത്. ഞാനൊന്ന് പറഞ്ഞാൽ കേൾക്കുമോ? എന്നതാ കൊച്ചേ, പറഞ്ഞു. അവളുടെ മുഖത്ത് കിടക്കുന്ന മുടി മാടി ഒതുക്കിക്കൊണ്ടാണ് ഫെലിക്സിന്റെ ചോദ്യം. ഇന്നിവിടെ നിൽക്കുമോ? കേൾക്കാൻ ആഗ്രഹിച്ചത് എന്തോ കേട്ടതുപോലെ അവന്റെ കണ്ണൊന്ന് വിടർന്നു. നിൽക്കണോ? അപ്പൊ ഞാൻ ഔട്ടല്ലേ? പെട്ടെന്ന് സൈഡിൽ നിന്നും ആന്റണിയുടെ ശബ്ദം കേട്ടത് ആനി ഒന്ന് ഞെട്ടി. അതറിഞ്ഞതുപോലെ അവൻ അവളെ അടക്കിപ്പിടിച്ചു. ഇത് നടക്കിയേല. അല്ല, കൊള്ളാലോ. കെട്ടൊന്നുറപ്പിച്ചപ്പോഴേക്കും കെട്ടിപ്പിടിക്കുന്നു, ഉമ്മം വെക്കുന്നു. ഇതൊന്നും ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ഞങ്ങൾ ചോദിച്ചില്ലല്ലോ, അല്ലേ കൊച്ചേ? ഫെലിക്സ് ആന്റണിയെ കളിപ്പിച്ചു നോക്കിക്കൊണ്ട് ആനിയോട് ചോദിച്ചത്. അവൾ ആകെ വിരണ്ടിരിക്കുകയായിരുന്നു. ആ, കൊച്ചെന്തിനാ ഇത്ര പേടിക്കുന്നേ? ഈ മരമാക്രെ നീ അല്ലാതെ വേറെ ആരെങ്കിലും പേടിക്കോടി? ആ, ഇപ്പൊ നമ്മള് മരമാക്രയൊക്കെ ആയല്ലേ. നടക്കട്ടെ. അല്ല, സാറിന് വീട്ടിലൊന്നും പോണ്ടേ? ആന്റണി ചോദിച്ചത്. ഫെലിക്സ് ആനിയെ ഒന്ന് നോക്കി. പോകരുതെന്ന് തന്നെയാണ് ആ കണ്ണുകളിൽ. ഇന്നിപ്പോ ഇത്രയും നേരമായില്ലേ, ഇനി നാളെ പോവാം. ഡോക്ടർ വരുവാണെങ്കിൽ ഞാൻ പുറത്തു നിന്നോളാം. ഇപ്പൊ നീ അവിടെ എങ്ങാനും പോയി കിടക്കാൻ നോക്ക്. എന്നാ നീയും വാ, നമുക്ക് ഈ ഉള്ള സ്ഥലത്തങ്ങ് കിടക്കാം. ബൈ സ്റ്റാൻഡർ ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് ആന്റണി ഫെലിക്സിനെ നോക്കി. നീ കിടന്നോടാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. സമയം 3 ഇനി ഉറക്കമൊന്നും വരില്ല. ഞാൻ ഈ കസേരയിൽ ഇരുന്നോളാം, നീ കിടന്നോ. എന്നാ ഓക്കെ. ഉറക്കം വരുവാണേലേ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ആന്റണി ബെഡിലേക്ക് കിടന്നു. ലൈറ്റ് ഓഫ് ആക്കി ചെറിയ ബൾബിന്റെ ലൈറ്റ് ഇട്ട് ഫെലിക്സ് വീണ്ടും അവളുടെ അടുത്തേക്ക് ഇരുന്നു. ഉറങ്ങിക്കോ, ഞാനിവിടെയുണ്ട്, പേടിക്കണ്ട. അവളുടെ കയ്യിൽ തഴുകിക്കൊണ്ട് അവൻ സമാധാനപ്പെടുത്തി. ഇവിടെ കിടക്കുന്നു? അല്പം മടിച്ചാണ് അവൾ ചോദിച്ചത്. അവൻ എന്ത് കരുതും എന്നൊരു ചിന്തയുണ്ടുള്ളിൽ. വേണ്ട കുഞ്ഞെ, നീ കിടന്നു. എനിക്കാണേ ഉറങ്ങിയാൽ പിന്നെ ബോധം പോലും കാണില്ല. നിന്റെ ദേഹത്തോ മറ്റോ കയ്യോ കാലോ എടുത്തിടും ഞാൻ. ഇപ്പോ എന്റെ അന്നക്കൊച്ച് അതൊന്നും താങ്ങില്ല. ഒരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞത്. ചുമന്നു കയറിയ മുഖം അവൾ തലയണിയിലേക്ക് പൂഴ്ത്തി മറച്ചു വെച്ചു. അല്ലടാ, അപ്പൊ കെട്ട് കഴിയുമ്പോൾ നീ ഈ കസേരയിൽ തന്നെ ഇരിക്കുവോ? പെട്ടെന്ന് ശരീരി കേട്ടതും ഫെലിക്സ് പല്ല് കടിച്ച് അവനെ നോക്കി. അന്നേരം ഞാനേ കസേരയിൽ ഇരിക്കുവോ പള്ളിവേടയിൽ ഇരിക്കുവോ എന്ന് നാളെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അളിയന് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. ഇപ്പൊ അളിയൻ കിടന്ന് ഉറങ്ങ്. പല്ല് കടിച്ച് പറയുന്നവനെ നോക്കി അസ്സലായി ഒന്ന് ചിരിച്ചു കാണിച്ചു ആന്റണി. ഒരാവശ്യമില്ലാതെ വെറുതെ അവന്റെ വായിലിരിക്കുന്നത് കേട്ടു. സ്വയം പരിതപിച്ചുകൊണ്ട് കമിഴ്ന്നു കിടന്ന് ഒരൊറ്റ ഉറക്കമുറങ്ങി ആന്റണി. ഇപ്പുറത്ത് അവന്റെ കൈയുടെ തലോടിൽ ആനിയും അപ്പോഴേക്ക് ഉറക്കം പിടിച്ചിരുന്നു. മയങ്ങിക്കിടക്കുന്നവളെ നോക്കി ഫെലിക്സ് പല ചിന്തകളിലേക്ക് ചേക്കേറി. പിറ്റേന്ന് രാവിലെ ബ്ലഡ് റിസൾട്ട് വാങ്ങി കുഴപ്പമില്ലെന്നറിഞ്ഞതിന് ശേഷമാണ് മൂവരും ആശുപത്രി വിട്ടത്. തലേന്ന് തന്നെ കുര്യനെ ആന്റണി വിളിച്ച് ആനി തലകറങ്ങി വീണുവെന്ന് മാത്രം പറഞ്ഞു. ഡിസ്ചാർജ് ആയതുകൊണ്ട് പ്രത്യേകം ഹോസ്പിറ്റലിലേക്ക് വരണ്ടെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവരെയും കാത്ത് വീട്ടിലാണ് കുര്യനും ഭാര്യയും. ആന്റണിയുടെ കാർ ഏലക്കാട്ടിന്റെ വീടിന്റെ മുറ്റത്ത് കയറുമ്പോൾ ഇന്നലെ പിണങ്ങിപ്പോയ പലരും തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ആന്റണിയുടെ നെഞ്ചിൽ വെള്ളടി വെട്ടിയെങ്കിലും പുറകിൽ ആനിക്കൊപ്പം ഇരിക്കുന്നവന്റെ മനസ്സിൽ ഇരയെ കിട്ടിയ വേട്ടക്കാരന്റെ സന്തോഷമായിരുന്നു. തുടരും.